ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു ചുരിദാർ തയ്ക്കാം, അംബ്രല കട്ട് ചുരിദാർ. ഞാനിത് വെട്ടി വെച്ചതാണ്. വെട്ടി വെച്ചതിൻ്റെ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. നമുക്കിപ്പോൾ ഞാനിത് ക്യാൻവാസ് വെച്ച് കഴുത്ത് വെട്ടി വെച്ചിരിക്കുന്നത്. നമുക്കിത് തയ്ച്ചെടുക്കാം. ഇപ്പം ഇതിൽ കാണുന്ന പോലെ ഈ സൈഡിൽ നമ്മൾ 4 ഇഞ്ച് ഇട്ടിട്ടാണ് വെട്ടുന്നത്. ആ 4 ഇഞ്ച് നമ്മൾ 3 സൈഡും ഇതുപോലെ അടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ കഴുത്തും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്യാൻവാസ് വെച്ചടിച്ച ഭാഗം നമ്മൾ 2 നെക്കിൻ്റെയും അടിച്ചെടുത്തിട്ടുണ്ട്. നൂലെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇത് കൈ വെട്ടി വെച്ചേക്കുന്നതാണ്. സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നിവർത്താം. ഇതാ കൈയുടെ ഇവിടുന്ന് ഞുറി വെച്ചുള്ള കൈയാണ്. നമുക്കിവിടെ ഒരു 5 ഇഞ്ച് ഇട്ടതിന് ശേഷം നമുക്കിത് ഞുറിഞ്ഞെടുക്കാം. 2 സൈഡിൽ നമുക്ക് 5 ഇഞ്ച് ഇടാം. നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞുറി കറക്റ്റായിട്ട് എല്ലാ ഞുറികളും ഒരേ രീതിയിൽ ഇട്ട് കൊടുക്കും. നമുക്ക് ഇപ്പം നമ്മൾ 2 കൈ ഒരു സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിക്കാനുള്ളത് താഴ്വശമാണ്. താഴെ നമുക്ക് അതുപോലെ തന്നെ മേലിൽ എത്ര ഞുറിച്ചിലെടുത്തോ അതുപോലെ തന്നെ ഞുറിഞ്ഞെടുക്കുക. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതുണ്ട് മേളിൽ ആ മേലത്തെ ഞുറിച്ചിൽ അതേപടി തന്നെയാണ് നമ്മൾ ഉണ്ട് താഴോട്ട് സെയിം രീതിയിൽ പിടിച്ച് വെച്ച് വേണം അടിക്കാൻ. ഇപ്പം നമ്മൾ 2 കൈയും അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കൈയുടെ അടിവശത്ത് പടി വെക്കാൻ പോവുകയാണ്. കൈയുടെ അടിയിൽ പടി വെക്കാം. നിങ്ങൾക്ക് അടിവശവും മേൽവശവും നന്നിട്ട് അറിയാവുന്ന രീതിയിൽ തന്നെയാണ് വെട്ടിയത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ അടിവശത്തേക്ക് നമുക്കിത് വെക്കാം. അതിൻ്റെ ഉൾവശം എടുക്കുക. ഉൾവശം എടുത്തിട്ട് ഉൾവശത്തുനിന്ന് വേണം വെക്കാൻ. ഉൾവശത്തുനിന്ന് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം.
ഞാൻ ഇതിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അവിടെ എല്ലാവരും ഒന്നും കൊടുക്കുമെന്ന് അറിയില്ല. ഞാനിതാ ഇവിടെ ഇതിൽ ഒരു പുറംകാണി കൊടുക്കാൻ പോകും. നല്ല വൃത്തിയായിട്ടിരിക്കും അടിച്ചെടുക്കുമ്പോൾ. അതിന് വേണ്ടിയാണ്. സാധാരണ ആൾക്കാർ ലാസ്റ്റാണ് ഇത് കൊടുക്കുന്നത്. ഇത് ഒതുങ്ങിയിരിക്കാൻ വേണ്ടി നല്ല വൃത്തിയായിട്ട് പുറംകാണി കൊടുക്കും. ഇതാ അടിച്ചെടുത്തു. അതിന് ശേഷം നമുക്ക് തിരിച്ച് വെച്ചിട്ട് നല്ല വശം വെച്ചിട്ട് ഇതാ ഈ വശം ഒന്ന് പതിയെ മടക്കി കൊടുക്കുക, ഒരു 1/4 ഇഞ്ച്. എന്നിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് വെച്ച് തയ്ക്കാം. രണ്ട് കൈയും നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു പ്രഷർ രീതിയിൽ ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കാം. നല്ല വൃത്തിയായിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ നമുക്ക് അടിച്ചു കൊടുക്കാം. രണ്ട് കൈയും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. രണ്ട് കൈയും അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ അടിക്കുന്നതിന് മുമ്പ് താഴ്വശത്ത് നമുക്ക് ഇവർക്ക് 6.5 കിട്ടണം. അത് നോക്കിയിട്ട് വേണം കേട്ടോ. ഞാനത് അളവൊക്കെ നോക്കിയിരുന്നു, ഇത് കാണിച്ചു തന്നില്ലെന്നേ ഉള്ളൂ. അവർക്ക് കൈക്ക് ഇതാ ഇവിടെ 6.5 ഉണ്ട്. 2 ഇഞ്ച് ഞാൻ തയ്യൽത്തുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 8.5 അത് കിട്ടുന്നുണ്ട് കേട്ടോ. 8.5 കുറച്ച് ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആംഹോളും ഒക്കെ നോക്കണം. ആംഹോള് 9 2 വേണം. അപ്പോൾ ഞാൻ 11 ഇഞ്ച് അതിനും ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തേക്കണത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. 10-11 വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതാണ് വെട്ടി വെച്ചേക്കുന്ന തുണി. ഇതിലേക്ക് നമുക്ക് നെക്കിൻ്റെ വശം വെച്ച് കൊടുക്കാം. ഇതാ ഇവിടെ ഞാൻ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, കാണാമെന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട് നെക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതാ ഇതിലൊരു സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 2 സെൻറ്ററും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സൂചി കുത്തി കൊടുക്കാം. എല്ലാ വശവും നല്ല കറക്റ്റായിട്ട് തന്നെ പിടിച്ചു വെച്ച് കൊടുക്കണം. ചെരിഞ്ഞു പോകരുത്. കറക്റ്റായിട്ട് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് അടിച്ചെടുക്കാം. ക്യാൻവാസ് വെച്ചടിക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ അടിച്ച് നമുക്ക് അടിച്ചെടുക്കാം. കറക്റ്റ് പോയിന്റിൽ കുത്തി നിർത്തി വേണം നമുക്ക് ഇത് അടിച്ചെടുക്കാം.
ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അടിയിൽ തുണിയൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നമുക്കിതൊന്ന് 4 ഇഞ്ചിൽ വെട്ടിക്കൊടുക്കാം. നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് 4 ഇഞ്ച് ഇതിൽ. നമ്മൾ ഇതിൻ്റെ കോണിപ്പല്ല ആ നൂലെ കൊള്ളാതെ കറക്റ്റ് ഇതിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നല്ല കറക്റ്റായിട്ട് നമുക്കത് മറിച്ച് എടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് ഇടയ്ക്കൂടെ ഒരു ഇതും കൂടെ കൊടുക്കണം. നിർബന്ധമൊന്നുമില്ല, നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. ഞാനൊരു 2 ഇഞ്ച് അകലത്തിൽ വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മറിച്ചെടുക്കുമ്പോൾ കഴുത്ത് നല്ല വൃത്തിയായിട്ട് കിട്ടും അങ്ങനെ കട്ട് ചെയ്താൽ. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് മറിച്ചെടുക്കാം. ഇതിനുള്ളിലെല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ തള്ളി നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത് കണ്ടോ. ഇത് നമുക്കിതിലെ കൂടെ ഒരു പ്രഷർ രീതിയിൽ കഴുത്തെല്ലാം നന്നായിട്ട് പിടിച്ചു കൊടുത്ത് പ്രഷർ രീതിയിലൊന്ന് അടിച്ചു കൊടുക്കും. ഇതാ നമ്മളിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കഴുത്ത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ കഴുത്ത് നമ്മളങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത കഴുത്ത് വെക്കാം. പുറകുവശത്തെ കഴുത്ത് വെച്ചെടുക്കാം. ഞാൻ ആദ്യത്തെ ഇതിൽ പറഞ്ഞിട്ടില്ല, നമ്മൾ നല്ല വശം നമുക്ക് തയ്ക്കുന്ന ചുരിദാറിൻ്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും ഇതാ നമ്മൾ വെട്ടി വെച്ചേക്കുന്ന ക്യാൻവാസിൻ്റെ കഴുത്ത് വെട്ടി വെച്ചേക്കുന്നതിൻ്റെ നല്ല വശവും കൂടിയാണ് നമ്മളിതാ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നല്ല വശവും ചേർത്ത് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ഇനി നമുക്കിത് ഇതും അടിച്ചെടുക്കാം. ഇതിലേ ഇങ്ങനെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ബാക്കി വശം നമ്മൾ നന്നായി വൃത്തിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലെ തുണിയെല്ലാം നന്നായി മാറ്റി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് 4 ഇഞ്ച് രീതിയിൽ വെട്ടിയെടുക്കാം. ഇത് കട്ട് ചെയ്ത് കൊടുക്കാൻ തോന്നുന്നു. 2 ഇഞ്ച് രീതിയിൽ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മറിച്ച് വെച്ചിട്ട് നമ്മളിപ്പോൾ ഇത് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ബാക്ക് വശം ഇവിടെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന പുറകാണി അടിക്കുന്നില്ല. അതെന്തുവന്ന് കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് ചുരിദാറിൻ്റെ പുറകുവശം നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിരിക്കുക. ഇതാണ് ബാക്ക് വശം എടുത്ത് വെക്കുക. നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക്
ഇത് ബാക്ക് വശം, ഇത് ഫ്രണ്ട് വശം, നല്ല വശം. ഇത് രണ്ടും കൂടെ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം. നല്ല വശവും കൂടെ കുത്തി വെച്ച് കൊടുത്തിട്ട് ഇതാ ബാക്ക് വശം നമ്മൾ ചെയ്തതിൻ്റെ ഇവിടെ ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഫ്രണ്ട് വശം നമ്മൾ ഒരു പ്രസർ രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് അടിച്ചെടുക്കാം.